ഇന്ന് നമ്മൾ പോകുന്നത് ബോർഡർ ഹൈക്കിംഗ് ആണ്. പെരിയാർ ടൈഗർ റിസർവില് തൊണ്ടിയാർ ട്രക്കിംഗ് എന്ന് പറയും. നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് മച്ചാന ഡിവിൻ ആൻഡ് ഡോക്ടർ സുധാരൻ സാറ്, ശ്യാം. ഞങ്ങൾ 4 പേരുണ്ട്, കൂടാതെ ഒരു 3 ഫോറിനേഴ്സും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇന്നത്തെ ട്രക്കിങ് പെരിയാർ ടൈഗർ റിസർവില് തൊണ്ടിയാറാണ്. ബോർഡർ ഹൈക്കിംഗ് എന്ന് പറയും. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഓക്കെ. Moving in the night. മുള്ളമ്മണിയുടെ കഷ്ടമാണ് കേട്ടോ. ഏറെ പ്രതീക്ഷകളുമായാണ് ഞങ്ങൾ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിങ്ങിന് എത്തിയത്. രാവിലെ 7:30 റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള ഗൈഡുകൾ പറഞ്ഞു ഗൺമാൻ എത്തിയിട്ടില്ലെന്ന്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞ് ഗൺമാൻ എത്തിയപ്പോൾ ഗൈഡുകളെ കാണാനില്ല. കുറേ നേരം ഗൈഡുകളെ തപ്പി സമയം കളഞ്ഞു. അങ്ങനെ ഒരു 9 മണിയോടെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഇത്രയും കാലത്തെ യാത്രകൾക്കിടയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വളരെ പ്രതീക്ഷയോടെ വരുന്ന സഞ്ചാരികൾക്ക് അവർ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാകാതിരിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീണ്ടും ഇവിടേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ട്രക്കിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി മലയാളീസിന് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ ഗൈഡിനൊരു താല്പര്യം ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ്. ബാഴ്സലോണയിൽ നിന്ന് വന്ന സ്പാനിഷ്കാരിക്ക് വളരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിരുന്നു ഗൈഡിന് താല്പര്യം. നടന്നു വന്ന വഴിയിൽ മലബാർ വിസിലിംഗ് റഷിനെ കണ്ട കാര്യം സ്പാനിഷ്കാരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് ഗൈഡിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ അങ്ങനെ ഒരു പക്ഷിയെ കാണാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് ആൾ എൻ്റെ അടുത്ത് തർക്കിച്ച് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആളിങ്ങനെ പറഞ്ഞത് എനിക്കും മനസ്സിലാവുന്നില്ല. ഒരു കാട്ടിൽ ഇങ്ങനെ ഒരു പക്ഷിയെ കണ്ട കാര്യം ഞാനത് ഗൈഡ് കൂടെയുള്ള ഒരു സഹയാത്രയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ടാണ് ഗൈഡിന് ഇഷ്ടപ്പെടാത്തത് എന്നും എനിക്ക് അന്ന് ആ സമയത്ത് ആലോചിച്ച് മനസ്സിലായില്ല. പിന്നീടാണ് അതിൻ്റെ ചില യുക്തികളൊക്കെ മനസ്സിലായത്. നല്ലൊരു ഗൈഡ് ഉണ്ടെങ്കിൽ ഏതൊരു ട്രക്കിങ്ങും മറക്കാനാവാത്ത നല്ലൊരു അനുഭവമായി മാറും. പെരിയാറിൽ തന്നെ നടത്തിയ മറ്റൊരു ട്രക്കിങ്ങിൽ ഗൈഡുമാരുടെ പെരുമാറ്റവും കാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചിമ്മിനി ഫോറസ്റ്റ്, ചിന്നാറ്, അതിരപ്പള്ളി ട്രക്കിംഗ്, വാഴച്ചാൽ, പറമ്പിക്കുളം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്തുമ്പോൾ കൂടെ വരുന്ന ഗൈഡുമാർ അവരുടെ കാടനുഭവങ്ങൾ പറഞ്ഞു തരികയും ട്രക്കിങ്ങിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. കാട്ടിലാണ്. കാടിൻ്റെ ഉള്ളിൽ കാടൊക്കെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ശരി, നമ്മുടെ കൂടെ വന്ന ഒരു ഗൈഡ് മിസ്സിങ് ആണ്, എന്താ പറയാ. അപ്പോൾ ആ ഗൈഡിനെ അന്വേഷിച്ച് വേറെ ഗൈഡ് പോയിട്ടുണ്ട്. റേഞ്ചുള്ള സ്ഥലത്ത് ഫോൺ വിളിച്ചാൽ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താല്ലേ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, കുറച്ച് നേരം വെയിറ്റിങ്. ആനയുടെ അവശിഷ്ടങ്ങളുണ്ട് കേട്ടോ, കടുവ പിടിച്ചത്. ഇതൊക്കെ ഉണ്ട്.
മിസ്സായ സംഭവത്തിൽ തന്നെ കുറേ സമയം അവിടെ പോയി. കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം 2 ഗൈഡുമാരും മടങ്ങി വന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വീണ്ടും ഞങ്ങൾ ട്രക്കിംഗ് തുടർന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് അടുത്ത സംഭവം ഉണ്ടായത്. ഭക്ഷണം കഴിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടും ഇവർ ട്രക്കിംഗ് തുടങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. ഞങ്ങളെല്ലാവരും പരസ്പരം നോക്കി തുടങ്ങി. ട്രക്കിംഗ് തുടങ്ങുകയല്ലേ എന്ന് ആക്ഷൻ കാണിച്ചു. എല്ലാവരും ഓക്കെ പറഞ്ഞു. പക്ഷേ ഗൈഡ് ഇതൊന്നും കണ്ട ഒരു ഭാവം മാറ്റം ആൾക്കില്ല. അവസാനം ഗൈഡിനോട് ട്രക്കിംഗ് തുടരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. ഞങ്ങൾ അവിടെ കിടന്നു. സത്യം പറയണമെങ്കിൽ മയങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും ചോദിച്ചപ്പോൾ പോകാം എന്ന് പറയുന്നതല്ലാതെ അവർ എണീക്കുന്നില്ല. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞാണ് എണീറ്റത്. 1 മണിക്കൂറിലേറെ സമയമാണ് ഞങ്ങൾ ആ പാറപ്പുറത്ത് ചെലവഴിച്ചത്. അവിടെ ദൂരെ മലയുടെ മുകളിൽ വഴികൾ കാണാം. അതാണ് മംഗളദേവി ക്ഷേത്രം. വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ അങ്ങടെ എൻട്രി ഉള്ളൂ. അത് ഏപ്രിൽ മാസം ചിത്ര പൗർണമി ദിവസം മാത്രമാണ് എൻട്രി ഉള്ളത്. അപ്പോൾ അത് ദൂരെ കാണുന്ന മല, അതിൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം. കണ്ണകി ക്ഷേത്രം എന്നും പറയും. ഓക്കെ. ട്രക്കിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു തുറന്ന പ്രദേശത്ത് വെച്ച് കണ്ട മല ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സുധാരൻ സാറാണ് ചോദിച്ചത്. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു അതാണ് തൊണ്ടിയാർ മല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുടെ ഒരു ഭാവമൊക്കെ മാറി. പെട്ടെന്ന് വിഷയമൊക്കെ മാറ്റി ആൾ മുന്നോട്ട് നടന്നുപോയി. ഏകദേശം ഒരു 3-3:30 കൂടി ഞങ്ങളുടെ ട്രക്കിംഗ് അവസാനിച്ചു. 9 മണി കഴിഞ്ഞ് തുടങ്ങി ആ ട്രക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം, ഉച്ചയൂണ് സംഭവം രണ്ടും ചേർത്താൽ 2.5 മണിക്കൂറിലധികം അനാവശ്യമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള സമയം ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാഷ് ഓൺലൈൻ അടച്ച് വരുന്ന സഞ്ചാരികളോട് നീതി കാണിച്ചോ എന്ന് ചോദിച്ചാൽ പതറാതെ ആത്മാർത്ഥമായി സംസാരിക്കാൻ ഈ ഗൈഡുമാർക്ക് കഴിയുമോ എന്നൊരു സംശയമുണ്ട്. ട്രക്കിംഗ് കഴിഞ്ഞ് വരുമ്പോൾ യൂറോയുടെ മണം രൂപയുടെ മണത്തിനേക്കാൾ മുകളിൽ നിൽക്കുമെന്ന് കരുതിയ ഗൈഡുമാരോട് യാത്ര പോലും പറയാതെ സ്പാനിഷ്കാരി നടന്നകന്നപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞ ഉള്ളിൽ ചിരിച്ചുപോയി. ഞങ്ങൾ തിരിച്ചു വന്ന് തൊണ്ടിയാർ ട്രക്കിങ്ങിനെ കുറിച്ചുള്ള മറ്റുള്ള യൂട്യൂബ് വീഡിയോകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങൾ ഈ ട്രക്കിംഗ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾ ചില കാര്യങ്ങൾ സംശയിച്ചത് ശരിയായിരുന്നു എന്ന് ഞങ്ങളുടെ തോന്നൽ ശക്തമായി. നമ്മളിപ്പോൾ തൊണ്ടിയാർ ട്രക്കിംഗ് കഴിഞ്ഞു, ബോർഡർ ഹൈക്കിങ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ശ്യാമിന് എന്താ പറയാനുള്ളത്? അഭിപ്രായം, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം എന്താ? നമ്മളെ സംബന്ധിച്ച് ശരിക്കും ഒരു 15 കിലോമീറ്റർ 18 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ട്രക്കിങ് അവർ 10.7 ഇപ്പോൾ അവസാനിപ്പിച്ചത്. ഒന്നുകിൽ അവർ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടാവും, അതിൽ നിന്ന് അവർ നമ്മളെ പറ്റിച്ചു എന്നാണ് നമ്മുടെ തോന്നൽ. അല്ലെങ്കിൽ അത് 18 പോട്ടെ 15 കിലോമീറ്റർ എങ്കിലും പോകേണ്ട ട്രക്കിങ് 10.7 അവസാനിപ്പിച്ചതിനോട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. സാറിന്, സുധാരൻ സാറിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ? നമ്മുടെ അടുത്ത് തൊണ്ടിയാർ ട്രക്കിങ് പറഞ്ഞ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചു പറഞ്ഞു 18 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ചോദിച്ചു പറഞ്ഞു 15 എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ആക്ച്വലി നമ്മൾ 15 ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.
നമ്മളൊക്കെ തുടങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗൈഡ് മിസ്സിങ് ആയി. ആ മിസ്സിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ആള് വഴി തെറ്റി പോയിന്ന്. എന്ത് വഴി തെറ്റി പോകണം, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് വഴി തെറ്റി പോകുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പിന്നെ കുറെ സമയം പോയി അവിടെ. പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ സമയം കളഞ്ഞു. പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കുറേ സമയം ഉച്ചയ്ക്ക് പോയപ്പോൾ 2:30-ക്കാണ് പിന്നെ അടുത്ത ട്രക്കിംഗ് ഉള്ളൂ. അപ്പം തന്നെ അവർ പിന്നെ ഷോർട്ട് കട്ട് അടിച്ച് നമ്മളവിടെ 3:30 ഉണ്ട്. സോ ആ 2 ഗൈഡുകളുടെ ഇതായിരിക്കാം. പക്ഷെ എന്തായാലും ഞങ്ങൾ 10 കിലോമീറ്ററാണ് നടത്തിച്ചുള്ളൂ, പെട്ടെന്ന് കൊണ്ട് കയറ്റിച്ചു. സോ ഇറ്റ്സ് നോട്ട് സോ സാറ്റിസ്ഫാക്ടറി. ഓക്കെ, തൊണ്ടിയാറ് ട്രക്കിങ് കഴിഞ്ഞ് അഭിപ്രായമാണ് കേട്ടത്. നമ്മൾ ഭ്രാന്തിപ്പാറ ട്രക്കിങ്ങിൽ നമ്മളൊരു 4:30 കൂടിയാണ് അവസാനിച്ചത്. അത് ഫുൾ ഡേ ട്രക്കിംഗ് ആയിരുന്നു. പിന്നെ ഭക്ഷണം ലഞ്ച് കഴിച്ചിട്ടായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായാലും അധികം റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ലഞ്ച് കഴിച്ചാൽ നമ്മുടെ കഴിഞ്ഞ് ഓക്കെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇത് ലഞ്ച് കഴിച്ചിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ട്. ഉറങ്ങിയിട്ടൊക്കെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അറിയില്ല ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഫുൾ ഡേ ട്രക്കിംഗ് എന്നാണ് പറഞ്ഞത്. ട്രക്കിങ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഇതിൽ പ്രശ്നം ഇഷ്യൂ എന്ന് പറയുന്നത് 2000 റുപ്പീസാണ് വാങ്ങണത്. അതിനുള്ളൊരു വർത്തായിട്ട് തോന്നുന്നില്ല ഈ ബോർഡർ ഹൈക്കിങ്. ഈ തൊണ്ടിയാറ് ഭ്രാന്തിപ്പാറ കുഴപ്പമില്ല, തൊണ്ടിയാറ് അതിനുള്ളൊരു വർത്തായിട്ട് തോന്നുന്നില്ല. 2000 രൂപ വാങ്ങിച്ചിട്ട് അതിനുള്ളൊരു വർത്തായിട്ട് തോന്നുന്നില്ല. ട്രക്കിങ് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ആനനെ കണ്ടു, 2 പ്രാവശ്യം 2 സ്ഥലത്തായിട്ട് ആനനെ കണ്ടു, കാട്ടുപോത്ത് ഇതൊക്കെ കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു ഹാഫ് ഡേ ട്രക്കിങ്ങിൻ്റെ ഒരു ഫീലാണുള്ളത്. നമ്മൾ ചിമ്മിനിയൊക്കെ പോകുന്നതാണ്. ചിമ്മിനിയൊക്കെ ഈ പറഞ്ഞ മാതിരി 200 രൂപയുള്ളൂ ഒരു പെർ പേഴ്സണ്. 200 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ഡേ ട്രക്കിങ് കിട്ടും. ആ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ചിമ്മിനി ഈ പറഞ്ഞ മാതിരി ആനയും അതിപ്പോൾ നമ്മുടെ തന്നെ മുന്നേ വീഡിയോകൾ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ആനകളും കാട്ടുപോത്ത് അതിലെല്ലാം നമുക്ക് അവിടെയും കിട്ടുന്നതാണ്. ആ ഒരു ഫീലുള്ളൂ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു വെർത്ത് തന്നെ ഇവിടെയുള്ളൂ. 2000 രൂപ തന്നെ കുറച്ച് കൂടുതലല്ലേ എന്നാണ് ഒരു സംശയം. അപ്പോൾ എനിവേ എന്തായാലും ട്രക്കിങ് ഞങ്ങൾ ആസ്വദിച്ചു. ബാക്കി കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ട്രക്കിങ് കുഴപ്പമില്ല, അതിൻ്റെ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് മാത്രമേ ഒരു പരാതി ഉള്ളൂ. വേറെ പരാതി എന്ന് വെച്ചാൽ ഒരു അഭിപ്രായം അത്രേ ഉള്ളൂ. നമ്മളൊരു ട്രക്കിംഗ് പ്രോഗ്രാം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ച് അതിൻ്റെ റിവ്യൂ ഇടുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ലത് മാത്രം പറയുക എന്നുള്ളതല്ല. അത് നമുക്കുണ്ടായ ഒരു കംഫർട്ടല്ലാത്തൊരു അനുഭവം കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇൻഫോർമേറ്റീവ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന നല്ലതുമായ പൊട്ടയുമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഏത് തരത്തിലുള്ള ഇതായാലും നമ്മളതിൽ പ്രത്യേകിച്ച് ഒരു ഭയക്കേണ്ടത് ആവശ്യമൊന്നുമില്ല. നമുക്കുണ്ടായ അനുഭവമാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ ഫോറസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർക്ക് അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഒരു 4-5 ഇമെയിലിലേക്ക് ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരെ അതിനെ പറ്റിയിട്ട് യാതൊരു റിപ്ലൈയും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒഫീഷ്യൽ മെയിലുകൾ, ഒരു മെയിലല്ല, 1, 2, 3, 4, 5 മെയിലുകളിലേക്കാണ് ഞാനത് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ മെയിൽ ചെയ്തത്. ഇത്രയും മെയിൽ കഴിച്ചിട്ട് ഒരു റെസ്പോൺസും അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അത് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബുക്ക് ചെയ്ത ടിക്കറ്റ് അടക്കം വെച്ചിട്ടാണ്, വിത്ത് ഫോട്ടോസ് അടക്കം ഗൈഡുമാരുടെ ഫോട്ടോസ് വെച്ചിട്ട് വരെ ഞങ്ങൾ അത് ഡീറ്റെയിൽസ് അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ അതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള റിപ്ലൈയും വന്നിട്ടില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ഇനിയും എനിക്ക് വേറെയും പ്രോഗ്രാംസ് പെരിയാറടക്കമുള്ള പല സ്ഥലങ്ങളുണ്ട്. ഇനിയും യാത്ര തുടരും. എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ കണ്ട എല്ലാവർക്കും, കൂടെ നിന്ന എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.